ഹായ് മക്കളെ, +2 ബോർഡ് എക്സാം കഴിഞ്ഞല്ലേ ഏകദേശം? അല്ലെങ്കിൽ ഇനി വളരെ കുറച്ച് എക്സാമുകൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളേ. +2 ബോർഡ് എക്സാം കഴിഞ്ഞുള്ള ഒരു മാസ സമയം ഫോക്കസ്ഡായി പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ 2026 നീറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ കഴിയും. അത് പോസിബിൾ ആണോ എന്ന് തോന്നുന്നുണ്ടല്ലേ? പക്ഷെ അത് പോസിബിൾ ആണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ആൾറെഡി നിങ്ങൾ +2 ബോർഡ് എക്സാമിന് വേണ്ടി +2 ടോപ്പിക്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞാണ് അല്ലേ? ഇനി +1 ടോപ്പിക്സാണ് നമുക്ക് ബാക്കിയുള്ളത്. നീറ്റിൻ്റെ സിലബസ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. +1 +2 NCERT ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് ഉള്ളത് അത് തന്നെയാണ് നീറ്റ് എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. ഇപ്പോൾ +2വിൻ്റെ ആൾറെഡി ബോർഡ് എക്സാമിന് പ്രിപ്പയർഡായി നിൽക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം +1ൻ്റെ ചാപ്റ്റേഴ്സിന് കൂടി ഒരു പ്രോപ്പർ റിവിഷനും അതിനൊപ്പം +1 ചാപ്റ്റേഴ്സിനുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഇനിയുള്ള ഒരു മാസം ഫോക്കസ്ഡായി പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കോൺഫിഡൻ്റ് ആയി പോയി നീറ്റ് എക്സാം എഴുതാൻ നിങ്ങളെ കൊണ്ട് കഴിയും. സോ +2 ബോർഡ് എക്സാം കഴിഞ്ഞ് ഒരു വർഷം നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നീറ്റ് പോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് വേണ്ടി റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമുക്കൊരു അവസാനവട്ട ശ്രമം എന്ന രീതിയിൽ, കാരണം ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം ഇനി 2026 നീറ്റിന് വേണ്ടി ഇത് കഴിഞ്ഞാൽ ഒരു ചാൻസ് നമുക്ക് ഒരിക്കലും നമ്മളെ തേടി എത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 2026 നീറ്റിന് വേണ്ടിയുള്ള അവസാനവട്ട ശ്രമമാണ്, അവസാനത്തെ അവസരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഈ വരുന്ന 2026 മെയ് 3 നടക്കാൻ പോകുന്ന നീറ്റ് എക്സാമിലേക്ക് ഇനിയുള്ള ഒരു മാസ സമയം ഒരു ഇൻറ്റൻസീവ് ക്രാഷ് പ്രോഗ്രാമിൻ്റെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എത്രത്തോളം ഗംഭീരമായി നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അതിനാണ് സൈലം നീറ്റ് എൻഡ് ഗെയിം 2026 നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. സോ ആലോചിച്ച് നിൽക്കാൻ നമ്മുടെ മുന്നിൽ സമയമില്ല. ഒരു മാസം ലക്ഷ്യം നീറ്റ് പോലെ വലിയൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആൻഡ് ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയം മെഡിക്കൽ കോളേജുകളിൽ MBBS പഠിക്കുക എന്നുള്ള നിങ്ങളുടെ സ്വപ്നമാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്.